അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ സ്വർഗലോകത്തിൽ കൂട്ടുകൂടി നടക്കുന്നവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ആണെന്ന്. അങ്ങനെ 4 സംഘം സ്വർഗത്തിലെ കൂട്ടുകാരാണ്, സജ്ജനങ്ങളാണ്. അവർ പരസ്പരം കൂട്ടുകാരാണ്. ഭൂമിയിൽ അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നമ്മളിൽ ഉണ്ട് എങ്കിൽ സ്വാഭാവികമാണ് ആ കൂട്ടുകാരിൽ നമുക്കും ചേരാൻ കഴിയും എന്നത്. അമ്പിയാക്കൾ ആരാണെന്ന് നമുക്കറിയാം. സിദ്ദീഖീങ്ങൾ എന്നാൽ അമ്പിയാക്കളുടെ കാലഘട്ടത്തിലും അല്ലാതെയും കാണപ്പെടുന്നവരാണ്. ജീവിതത്തിൽ അല്ലാഹു വിലക്കിയ ഒരു കാര്യവും അവരുടെ ജീവിതത്തിൽ കാണപ്പെടുന്നില്ല എന്നുള്ള വിശുദ്ധി അതുള്ളവരെ ആ സിദ്ദീഖ് എന്ന് പറയാം. ശുഹദാക്കൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ. സ്വാലിഹീങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിന്റെ അർഹത നേടിയവർ. ഈ 4 സംഘം സ്വർഗത്തിലെ ഈ കൂട്ടുകാരിലേക്ക് എത്തിപ്പെടാൻ ദുനിയാവിന്റെ പ്രയത്നങ്ങളിൽ നമുക്ക് ആവേശം പകരുന്ന ചില ഉദ്ധരണികളാണ് ഇന്നത്തെ നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമല് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമുഖങ്ങൾ ഒഴിവാക്കുന്നു. ഏറെ പരിചിതമായ ഒരു സംഭവം പറയാം. സഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിസ്സാഅ. ഒരു സാധാരണക്കാരനായ ഒരു നാട്ടിൻപുറത്തുകാരനായ സ്വഹാബി ഹബീബായ നബിയുടെ അടുക്കൽ വന്നു. അഅറാബി എന്ന് പറയാം അദ്ദേഹത്തെ കുറിച്ച്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സദസ്സിൽ വന്നുകൊണ്ട് ആ സ്വഹാബി ചോദിച്ചത്, അനിസ്സാഅ, നബിയെ എന്നാണ് ഖിയാമത്ത് നാൾ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ? ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് വന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ ഒരു ആശ്ചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവിന്റെ മേഖലകൾ അറിയാം. ഒരു സാധാരണക്കാരൻ. റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ അഅദത ലഹാ, അല്ല മോനെ, നീ ഖിയാമത്ത് നാളെ എന്നാണെന്ന് ചോദിച്ചു വന്നപ്പോഴേക്കും ഖിയാമത്തിനുള്ള എല്ലാം ഒരുക്കി വെച്ചോ? എന്താണ് നീ ഖിയാമത്തിന് വേണ്ടി ഒരുക്കി വെച്ചതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ലാ ശൈ, ഒന്നും തന്നെ ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല. ഇല്ല എങ്കിലും അന്നീ ഉഹിബ്ബുല്ലാഹ വ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയെ, അതല്ലാതെ മറ്റൊന്നും ഞാൻ ഒരുക്കി വെച്ചിട്ടല്ല വന്ന് ചോദിച്ചത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അന്ത മഅമൻ അഹബബത, ആരെയാണോ നീ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെയാ നീ ഉള്ളതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഈ ഹദീസ് പറഞ്ഞു തരുന്നത് അനസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ആരെയാണോ നീ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാ സ്വർഗത്തിലെന്ന്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ ഫറഹനാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅമൻ അഹബബത, ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാ നീ സ്വർഗത്തിൽ, അവരുടെ കൂടെയാ നീ നാളെ പരലോകത്തെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഈ വർത്താനം, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം പോലെ മറ്റൊരു സന്തോഷം മുമ്പൊരിക്കലും കിട്ടിയിട്ടില്ല. എന്താ കാരണം? ഫഅന ഉഹിബ്ബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ റസൂലുള്ളാഹിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വ അബൂബക്കറിൻ വ ഉമറ, അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമാ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. വ അർജു, എന്റെ പ്രതീക്ഷ, അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയാഹും, അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ പേരിൽ അവരോടുകൂടെ സ്വർഗത്തിൽ ഞാൻ എത്തും എന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.
വഇല്ലം അഅമൽ ബിമിത്ലി അഅമാലിഹിം, അവർ ചെയ്ത പോലത്തെ അത്രയും അമലൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ പോലും അവർ എത്തുന്ന സ്വർഗത്തിൽ അവരോടുള്ള സ്നേഹം കൊണ്ട് എനിക്കും എത്താൻ, അവരോടൊപ്പം എത്താൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു എന്ന് പുണ്യനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. അപ്പൊ സ്വർഗത്തിലെ കൂട്ടിന് ഇവിടുന്ന് കൂട്ടേ കൂടണം. ഇവിടെ നിന്നുള്ള കൂട്ടാണ് അവിടെയും കൂട്ട്. സാധാരണക്കാരായ സ്വഹാബികളുടെ ചിന്ത ഇങ്ങനെയായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, സ്വഹീഹ് മുസ്ലിം, റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു രാത്രി റസൂലുള്ളാഹിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഫഅതൈതുഹു ബിവളൂഇഹി, നബി തങ്ങൾക്ക് ആ പാതിരാവിൽ തഹജ്ജുദിനും സുബ്ഹിക്കൊക്കെ വേണ്ട വുളൂ ചെയ്യാനുള്ള വെള്ളവുമായി ഞാൻ അവിടെ ചെന്ന് നിന്നു. വഹാജതഹു, അങ്ങനെ നബി തങ്ങൾ വാതിൽ തുറന്നപ്പോ ഇപ്പൊ തുറക്കും എന്ന് കരുതി ഞാൻ കാത്തിരുന്ന് മുഷിപ്പില്ല. വാതിൽ തുറക്കുന്ന നേരത്തിന്റെ ഏറ്റവും തൊട്ടടുത്ത സമയത്ത് സന്തോഷം കൂടുതലാ. കാരണം ഇപ്പൊ കാണാൻ പറ്റും, അല്ലാതെ അവസാന സമയം വാതിൽ തുറക്കുന്നതിനോട് അടുത്ത നേരമാകുമ്പോഴേക്കും അവശതയായി തളർന്നിട്ടില്ല, ആവേശം കൂടുതല. ഇപ്പൊ കാണാൻ പറ്റുമെന്ന ആവേശം. വാതിൽ തുറന്നപ്പോ ചിരി വിടരുന്ന മുഖവുമായി റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി എന്ന മഹാനായ സ്വഹാബിയെ റസൂലുള്ളാഹി കണ്ടു. ഉദുടുക്കാനുള്ള വെള്ളമായിട്ട് ഇങ്ങനെ വാതിൽക്ക് നിൽക്കാം. ആ സ്നേഹം നിബിതങ്ങളെ വല്ലാതെ ചിന്തിപ്പിച്ചു. ചോദിച്ചു, സൽ മോനെ, എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ട് എന്നോട് ഇപ്പൊ ചോദിച്ചോ, ഞാൻ തരാം. സ്വഹാബി മറ്റൊന്നും ചിന്തിക്കാതെ ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കാൻ എനിക്ക് കിട്ടിയാൽ മതി, അല്ലാതെ വേറൊന്നും വേണ്ട. സ്വർഗം വേണമെന്നല്ല കേട്ടോ പറഞ്ഞത്, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ, എന്റെ കൂടെ സ്വർഗത്തിലെത്തണോ, എന്റെ കൂടെ, അതല്ലാത്ത വേറെ വല്ലതും ചോദിക്കുമോനെ? ഇല്ല നബിയെ, ഹുവദാക, എനിക്കത് തന്നെ മതി. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തിസ് സുജൂദ്, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചോളൂ, അതായത് സുജൂദ് വർദ്ധിപ്പിക്കൂ, എന്നാൽ നിനക്ക് എന്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനായി എത്തിപ്പെടാമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിം. സ്വർഗത്തിലെ ഒരു കൂട്ടുകാരൻ. മഹാന്മാരായ അമ്പിയാക്കൾ അവരുടെ കൂട്ടുകാരായി അവരുടെ കൂടെ ജീവിച്ചവരെ അല്ലെങ്കിൽ അവരല്ലാത്തവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം സ്വർഗത്തിലുണ്ട്. സ്വഹാബത്തിന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. സ്നേഹം കൊണ്ട് അവിടെ എത്താൻ പറ്റുന്ന അതിനെ ഒന്നുകൂടി, ആ വിശ്വാസത്തെ ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കണം. നമ്മളോട് പറഞ്ഞ നമ്മുടെ വിശ്വാസം അവരുടെ വിശ്വാസം പോലെ ആവണമെന്ന. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുമിനു കമാ ആമനസ് സുഫഹാ അലാ ഇന്നഹും ഹുമുസ് സുഫഹാഉ വലാകിൻ ലാ യഅലമൂൻ. സ്വഹാബികൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞത്. അവരുടെ ചിന്തയും അവരുടെ വിശ്വാസധാരയും ഒക്കെ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് നല്ലോരുടെ കൂടെ കൂടി നല്ലോണം ചേരാൻ, അമ്പിയാക്കളുടെ കൂടെ ചേരുന്ന ഉറപ്പുള്ള ആളുടെ കൂടെ കൂടിയാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനി വസ്തുതയെ ഊന്നി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. മുഅ്മിനീങ്ങളെ, തഖ്വയോടുകൂടെ ജീവിച്ചോ, നല്ലോരുടെ കൂടെ കൂടിക്കോ. കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു വല്ലാത്ത ദുആയും കൂടിയാണ്. ജീവിതത്തിൽ ആകെ നമുക്ക് നിർബന്ധമുള്ള ദുആ ഒരു ദുആയ നല്ലവരുടെ കൂടെ കൂടാൻ, നല്ലവരുടെ കൂടെ ചേരാൻ ആകെ നിർബന്ധമുള്ള ഒറ്റ ദുആ അത് മാത്രമേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മഹാന്മാരുടെ മാർഗത്തിൽ ചേർക്കണേ അല്ലാഹ് എന്ന. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്തവരുടെ കൂടെ, നീ നിഅമത്ത് ചെയ്തവരുടെ കൂടെ. ഒരു നബിയുടെ ദുആ കേട്ടോളൂ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദിസ്
ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബിയുടെ ദുആയാണിത്. നല്ലവരിലേക്ക് എന്നെ ചേർക്കണേ, എന്നെ നന്നാക്കണേ എന്നല്ല കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അടയ്ക്ക വിൽക്കാൻ പോകുമ്പോ ഒരിത്തിരി നിറം കുറവുള്ളതിനെ സെക്കൻഡ് ക്വാളിറ്റിയിലേക്ക് ഇടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ചാക്ക് അടയ്ക്ക വിൽക്കാൻ പോകുമ്പോ അതിലൊരു 10-12 കയ്യിലിങ്ങനെ വാരിയെടുക്കാവുന്ന അത്രേ ഉള്ളൂ നിറം കുറഞ്ഞത്. അത് ഈ നല്ലതിന്റെ ഇടയിലേക്ക് അങ്ങോട്ട് ചേർത്ത് വിട്ടു കഴിഞ്ഞാൽ ആ നല്ലതിനെ ഫസ്റ്റ് ക്വാളിറ്റിയിൽ സ്വീകരിക്കുന്ന പോലെ തന്നെ ഈ ഇടയിൽ കയറി ചേർക്കപ്പെട്ടതിനെയും ഫസ്റ്റ് ക്വാളിറ്റിയിൽ സ്വീകരിക്കും. അല്ലാഹു സ്വാലിഹീകളിലേക്ക് ചേർക്കട്ടെ. നമുക്ക് ജീവിതത്തിലാകെ നിർബന്ധമുള്ള ദുആ ഇതാ, മഹാന്മാരിലേക്ക് ചേർക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم. അല്ലാഹുവിനെയും റസൂലിനെയും അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച് ജീവിച്ചവർ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. فأولئك مع الذين أنعم الله عليهم. അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ കൂടെ അവർ ചേരുന്നു. അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ കൂടെ ചേർന്നു എന്നാ പറഞ്ഞത്, അല്ലാതെ അല്ലാഹു നിഅമത്ത് ചെയ്തവർ ആയി എന്നല്ല പറഞ്ഞത്. കൂടെ ചേരലാണ്. ആരാണ് അല്ലാഹു നിഅമത്ത് ചെയ്തവരാരാ? സൂറത്തുൻ നിസാഇന്റെ 69-70 ആയത്തുകൾ. വമൻ യുതിഇല്ലാഹ വറസൂൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما. എന്തൊരു നല്ല കൂട്ടാണത്. ആരൊക്കെയാണ് അവര്? 4 പേര്. മിനൻ നബിയീൻ വസ്സുദ്ദീഖീൻ വസ്സുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു 4ലും ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ആയത്ത് ഇറങ്ങിയത് വല്ലാത്തൊരു സന്ദർഭത്തിലാണ്. ഒരുപാട് സ്വഹാബികളുടെ കണ്ണുനീര് ഈ ആയത്തിന്റെ കൂടെയുണ്ട്. ഹബീബിനെ സ്നേഹിച്ച് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി സുദീർഘമായ വ്യാഖ്യാനം ഈ ആയത്തിന് പറയുന്നുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയത് പല പശ്ചാത്തലത്തിലാണ്. ഒരു ആയത്ത് ഇറങ്ങുന്നത് ഒരു പശ്ചാത്തലത്തിലായിരിക്കാം. ഈ ആയത്തിന് വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ ഇതിന്റെ അവതരണത്തിൽ കാണപ്പെടുന്നു. മുഫസ്സിരീങ്ങൾ ഇതിന് വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ പറയുന്നുണ്ട്. മുഫസ്സിരീൻ, ഒരു വലിയ സംഘം മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? മഹാനായ ഹബീബായ നബി തങ്ങൾ ഒരു സ്വഹാബിയെ അടിമത്തത്തിൽ നിന്നും പുണ്യനബിയുടെ പണം കൊടുത്ത് മോചിപ്പിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് ആ സ്വഹാബി. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. സ്വഹാബിയുടെ പേര് സൗബാൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന ഒരു മഹാനായ സ്വഹാബിയാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ജീവിതം ഒരു അടിമയായി തീരാതെ സ്വതന്ത്രനായി സ്വന്തം കയ്യിലെ പണം മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നിർലോഭം കൊടുത്ത മുഹമ്മദ് നബിയെ ഈ സ്വഹാബി വല്ലാതെ അങ്ങോട്ട് സ്നേഹിച്ചു. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി സൗബാൻ കാന ശദീദൽ ഹുബ്ബി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഹാബിക്ക് ഹബീബിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു, ശക്തമായ സ്നേഹം. ഖലീലസ്സുബ്രി അൻഹു, നബിയെ വിട്ടു പിരിഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റൂല. കുറഞ്ഞ നേരം മാത്രമേ നബീനെ പിരിഞ്ഞിരിക്കാൻ പറ്റൂ. അപ്പോഴേക്കും ആളാകെ വ്യാകുല ചിത്തനായി പോകും, ക്ഷമ കെട്ടുപോകും. നബിയെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത സ്വഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
സൗബാൻ വന്നുകൊണ്ട് ഹബീബിനോട് പറഞ്ഞു ഒരു ദിവസം സൗബാന്റെ മുഖം വിവർണമാണ് അന്ന്. സൗബാന്റെ ശരീരം തളർന്നിട്ടുണ്ട്. അന്ന് സൗബാന്റെ മുഖത്ത് നോക്കിയാൽ എത്ര സങ്കടപ്പെടുന്നു എന്ന് അറിയാം. അള്ളാഹുവിന്റെ ഹബീബ് സൗബാനിനോട് ചോദിച്ചു, എന്ത് പറ്റി സൗബാൻ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ? ഫഖാല, സൗബാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ ബി വജ്ഉൻ, എനിക്ക് ഒരു രോഗവുമില്ല നബിയേ, എന്റെ ശരീരത്തിന് ഒരു പ്രയാസവുമില്ല, വേദനകളില്ല. പക്ഷെ ഒന്ന് പറയാനുണ്ട്, ഗൈറ അന്നീ ഇദാ ലം അറക ഇസ്തഖതുക ഇസ്തഖതു ഇലൈക. നബിയെ, എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നും അങ്ങയെ കാണാൻ പറ്റാതെ വരുന്ന സന്ദർഭത്തിൽ എനിക്ക് കൊതിയാ ഒന്ന് കാണാൻ. ഞാൻ ഒരു ഒറ്റപ്പെട്ട വനാന്തരത്തിൽ കുടുങ്ങിയ ആളെപ്പോലെ അങ്ങയെ കണ്ടുമുട്ടുന്നത് വരെ എനിക്കൊരു വല്ലാത്ത ഏകാന്തതയാണ് നബിയെ, അതല്ലാതെ മറ്റൊരു രോഗവും എനിക്കില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പരലോകത്തെ കുറിച്ച് ആലോചിച്ചു. ആ സമയം നബിയെ ഫഖിഫത്തു, എനിക്ക് പേടിയായി. അല്ലാ അറാക ഹുനാക യാ റസൂലല്ലാഹ്, അവിടെ വെച്ച് ഞാൻ അങ്ങയെ കാണാതിരിക്കുമോ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് പേടിയായി നബിയേ. ലിഅന്നീ ഇൻ ഉദ്ഖിൽതുൽ ജന്ന, അല്ലാഹുവിന്റെ ഔദാര്യത്താൽ റബ്ബ് എനിക്ക് സ്വർഗം തന്നാൽ ഫഅൻത, അങ്ങ് സ്വർഗത്തിൽ ഉറപ്പായും ഉണ്ടാകുമല്ലോ. തകൂനു ഫീ ദറജാത്തിൻ നബിയ്യി, അംബിയ കുലപതിയെ, അങ്ങ് പോകുന്ന സ്വർഗത്തിന്റെ സോപാനത്തിന്റെ പരിസരത്തെത്താൻ എനിക്ക് പറ്റൂലല്ലോ. അങ്ങ് എവിടെയാ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടുന്നത്? ഞാൻ അവിടേക്ക് എത്തില്ലല്ലോ നബിയെ. ഞാനാകട്ടെ വാന ഫീ ദറജത്തിൽ അബീദി ഫലാ അറാക യാ റസൂലല്ലാഹ്, അടിമകളെ പോലെ ഞാൻ എവിടെയോ സ്വർഗത്തിന്റെ ഓരങ്ങളിൽ, അങ്ങ് സ്വർഗത്തിന്റെ സർവ്വ സൗഭാഗ്യങ്ങളിലും സോപാനങ്ങളിലും എങ്ങനെ കാണും നബിയെ എന്നത് ഞാൻ ഓർത്തു. നബിയെ, ഇനി എനിക്കെങ്ങാനും അല്ലാഹു നരകമാണ് നിശ്ചയിച്ചിരിക്കുന്നത് എങ്കിൽ വഇൻ അനലം അദ്ഖുലുൽ ജന്ന ഫഹീനഇദിൻ ലാ അറാക അബദാ, ഒരിക്കലും അങ്ങയെ കാണാൻ എനിക്ക് പറ്റൂലല്ലോ നബിയേ. ഇതിന്റെ ഒരു പരിഹാരം പറയാൻ അങ്ങയുടെ മുന്നിൽ ഞാൻ ഖേദിച്ചു വന്നതാണെന്ന് പറയുമ്പോൾ എന്ത് പറയും ഈ സ്വഹാബിയോട്? ഒന്നും പറയാനില്ല. ജിബ്രീൽ അലൈഹിസ്സലാം അപ്പോൾ ഇറങ്ങി വന്നു. അന്നേരം ഓതിക്കൊടുത്ത ആയത്താണ്, അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് ജീവിച്ചാൽ മതി, സ്നേഹിച്ച് ജീവിച്ചാൽ മതി. റസൂലുള്ളാഹിയുടെ കൂടെ സ്വർഗത്തിലുണ്ടാവാം, ചേർന്ന് താമസിക്കാം, തൊട്ടടുത്തുണ്ടാവും. അങ്ങനെയാണെന്ന് പറയാൻ പറഞ്ഞ് ആയത്തിറങ്ങി. സൂറത്തുൻ നിസാഇന്റെ ആയത്തിറങ്ങിയത് അപ്പോഴാണ്. വേറൊരു പശ്ചാത്തലം മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. ഇന്നനാസം മിനൽ അൻസാർ, മദീനക്കാരായ കുറെ സ്വഹാബികൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നക തസ്കുനുൽ ജന്ന ഫി അഅലാഹ, നബിയേ, അങ്ങ് സ്വർഗത്തിന്റെ ഏറ്റവും മഹോന്നതമായ സ്ഥാനങ്ങളിലും ഇലൈക, ഞങ്ങൾക്കെങ്ങാനും സ്വർഗം കിട്ടിയാൽ ഞങ്ങള് സ്വർഗത്തിന്റെ ഒരു സാധാരണ ഭാഗങ്ങളിലും അവിടെ വെച്ചു ഞങ്ങൾക്ക് കൊതിയുണ്ടാവും നബിയെ. ഫകൈഫ നസ്നഉ, അന്ന് അവിടെ വരുമ്പോ എന്താ ചെയ്യാ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അതിന്റെ പോംവഴി ഒന്ന് ചോദിച്ചതാ നബിയെ. റസൂലുള്ളാഹിക്ക് മറുപടിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അങ്ങനെയും അഭിപ്രായമുണ്ട്. മറ്റൊരു പശ്ചാത്തലം പറയുന്നത്, മദീനക്കാരിൽപ്പെട്ട ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇദാ ഖറജനാ മിൻ ഇൻദിക ഇലാ അഹാലിനാ ഇസ്തഖനാ ഇലൈക്, നബിയെ, വീട്ടിലേക്ക് പോയാൽ അവിടെ ഇരിക്കാൻ തോന്നൂല.
ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനാ തോന്നാ, അങ്ങയെ പിരിഞ്ഞു പോവാൻ പറ്റുന്നില്ല. ഇനി വീട്ടിൽ ചെന്നു, മക്കൾ ഓടി കളിക്കുന്നുണ്ട്, കണ്ടിട്ടൊരു സന്തോഷമല്ല നബിയെ. രുചികരമായ ഭക്ഷണം പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടാക്കി തരുന്നു, പക്ഷെ നാവിന് രുചിയില്ല നബിയെ. ഒരു ഈത്തപ്പഴത്തിന്റെ മധുരം പോലും നാവിന് കിട്ടണമെങ്കിൽ അങ്ങയുടെ മുന്നിൽ വന്നിട്ടല്ലാതെ പറ്റൂല നബിയേ. വീട്ടിൽ ചെന്നാലും ഞങ്ങൾക്ക് ഓരോ കാര്യത്തിനും പ്രയോജനമില്ല, ഒരു സന്തോഷമല്ല, ഭക്ഷണത്തിന് രുചിയില്ല, ശരീരത്തിനൊരു റാഹത്തില്ല. ഇവിടെ വന്ന് അങ്ങേ കണ്ടാലേ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് മറുപടിയില്ല. ثم ذكرت درجتك في الجنة فكيف لنا برؤيتك إن دخلنا الجنة فأنزل الله هذه الآية فلما توفي النبي صلى الله عليه وسلم അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സ്വഹാബികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പരാതികൾക്ക് മറുപടിയായ നബിയുടെ കൂടെ സ്വർഗമെന്ന് അവതരിച്ച ആയത്ത്, അതിന്റെ പശ്ചാത്തലം അങ്ങനെയാണ്. സ്വഹാബികള് നബിയെ എങ്ങനെ സ്നേഹിച്ചു എന്നതിന്റെ ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വഫാത്തായി. അള്ളാന്റെ ഹബീബ് വഫാത്തായ സന്ദർഭത്തില് വാപ്പയുടെ മുന്നിൽ മകൻ വന്ന് പറയാ, വാപ്പാവട്ടെ ഈത്തപ്പന തോട്ടം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അതൽ അൻസാറ വലദുഹു വഹുവ ഫീ ഹദീഖത്തിൽ ലഹു അഖ്ബറഹു ബിമൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കാണാതിരുന്ന ഭക്ഷണത്തിന് രുചിയില്ല എന്ന് പറഞ്ഞ സ്വഹാബിയുടെ അവസ്ഥ എങ്ങനെയാ കേട്ടോക്ക്. വാപ്പ ഈത്തപ്പന തോട്ടം നനയ്ക്കണു, നല്ല തിരക്ക് പിടിച്ച പണി. മകൻ വന്നിട്ട് പറഞ്ഞു, നബി പ്രിയപ്പെട്ട പിതാവേ, അള്ളാന്റെ ഹബീബ് വഫാത്തായിട്ടോ. കേൾക്കണേ, ഇത് കേട്ട വാപ്പ മഹാനായ സ്വഹാബി അവിടെ ഇരുന്നു പോയി. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അഅ്മിനി ഹത്താ ലാ യറാ ശൈഅൻ ബഅദഹു ഇലാ അന്നൽ ഖാ. അല്ലാഹുവേ, എന്റെ നബി വഫാത്തായെന്നാ ഞാൻ കേട്ടത്, ഈ രണ്ട് കണ്ണിന് ഇനി കാഴ്ച വേണ്ട അല്ലാ. എന്റെ നബിയെ സ്വർഗത്തിൽ കാണുന്നവരെ ഭൂമിയിൽ എനിക്ക് ഒന്നും കാണണ്ട അല്ലാ. സ്വന്തം ശരീരത്തിനെതിരെ ദുആ ചെയ്യാൻ പാടില്ല. സ്വഹാബി ദുആറുന്നത് എന്റെ കണ്ണിന്റെ കാഴ്ച പോവണം എന്ന നബിയോടുള്ള ഹുബ്ബിന്റെ പേരിൽ ഈ നിയമം അല്ലാഹു ആ സ്വഹാബിയിൽ അതുപോലെ ചിന്തിക്കുന്ന ആളുകളിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ വക പറഞ്ഞതല്ല. മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ സ്വഹാബി അങ്ങനെ ദ്വാരന്ന് പഠിച്ചവൻ, എന്റെ കണ്ണുകൊണ്ട് ഇനി ഭൂമിയിൽ എനിക്ക് ഒന്നും കാണണ്ട, റസൂലുള്ളാഹി ഇല്ലാത്ത ലോകം എനിക്ക് വേണ്ട, എനിക്ക് നാളെ സ്വർഗത്തിൽ നബിയെ കാണുന്നവരെ എനിക്ക് കണ്ണ് വേണ്ട എന്ന് സ്വഹാബി ദ്വാരന്നത് ഒരു അർത്ഥമുള്ള ദ്വായ. ആ സ്വഹാബിയുടെ നിലപാട് അർത്ഥമുള്ളതാ, ആ സ്വഹാബിയുടെ ചിന്തയാണ് ശരിയായ ചിന്ത. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി പറയാണ്, ആ ദുആ ചെയ്യാൻ വേണ്ടി ഇരുന്ന അവിടെ വെച്ച് തന്നെ ആ രണ്ട് കണ്ണിന്റെ കാഴ്ചയും അല്ലാഹു തിരിച്ചു വാങ്ങി. അങ്ങനെയായിരുന്നു ആ സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിലാ. ഈ രീതിയിലാ. അപ്പൊ പറയും, ഇങ്ങനെയുള്ള ഉദ്ധരണികളൊക്കെ ഒരു സ്നേഹത്തിൽ, നബിയോടുള്ള സ്നേഹത്തിൽ പറയേണ്ട കാര്യമുണ്ടോ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മുഹഖഖീങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ലാ തുൻകിറു സിഹത ഹാദിഹി റിവായാത്തി ഇല്ലാ അന്ന സബബ നുസൂലില്ലായ യജിബു അൻ യകൂന ശൈഅൻ അഅ്ളമ മിൻ ദാലിക. കാര്യത്തിന്റെ ഗൗരവത്തിന് വേണ്ടി ഇത്തരം ഉദ്ധരണികളെ നമ്മൾ നിരത്തേണ്ടി വരുന്നു. വഹുവൽ ബിഅ്സു അല ത്വാഅത്തി വത്തർഗീബ് ഫീഹാ. അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് ജീവിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾക്കുള്ള പ്രോത്സാഹനമാണ് ഇത്തരം സന്ദർഭങ്ങളെ അവതരണ പശ്ചാത്തലമായി അവതരിപ്പിക്കാനുള്ള പ്രേരണയും പ്രചോദനവുമായി മുഫസ്സിരീങ്ങൾ കാണുന്നത്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. സ്നേഹത്തിന്റെ അടയാളം കാണാം, അള്ളാഹുവിനോടുള്ള സ്നേഹം, ഹബീബിനോടുള്ള സ്നേഹം. മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്ന പ്രമുഖനായ സ്വഹാബി, മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഉദ്ധരിക്കുന്നുണ്ട്, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എന്ന സൂഫിയായ മഹാനായ സ്വഹാബി പറയും, അലാമത്തു ഹുബ്ബില്ലാഹ്,
അള്ളാഹുവിനെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരാൾ റബ്ബിന് വേണ്ടിയിട്ട്, എൻ്റെ പടച്ചോന് വേണ്ടിയിട്ട്, അള്ളാഹുടെ മാർഗത്തിന്, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അള്ളാഹുടെ പൊരുത്തത്തിന് വേണ്ടി എന്നൊക്കെ പറയാറുണ്ട്, അള്ളാഹുടെ ഇഷ്ടത്തിന് വേണ്ടി. അങ്ങനെ പറയുന്ന ഒരാളുടെ അടയാളമാണ് ശരിയായ ഹുബ്ബാണ് റബ്ബിനോട് അവനുള്ളത് എങ്കിൽ ദവാമുദിക്രിഹി, എപ്പോഴും അവൻ അള്ളാഹിനെ പറ്റിയേ പറയും. എന്താ അള്ളാഹിനെ പറ്റി ഇനി മാത്രം പറയാനുള്ളത്? അള്ളാഹിനെ പറ്റി ഇപ്പൊ എന്താ അറിയാവുന്നത്? അള്ളാഹിനെ പറ്റി പറയാനുള്ളതാണ് ഫഅലം അന്നഹു അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്ർ ചൊല്ലിയാൽ മതി, അള്ളാഹിനെ പറ്റി പറയലാം. അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അതിന്റെ അടയാളമാണ് അവൻ കൂടുതൽ ദിക്ർ ചൊല്ലുന്നു. എന്തുകൊണ്ട്? അന്നമൻ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റാ. ഒരാൾക്ക് മറ്റൊന്നിനെ ഇഷ്ടമാണ് എങ്കിൽ അവന്റെ വർത്തമാനത്തിൽ കൂടുതലുമായി ഇഷ്ടമുള്ളത് കടന്നു വരുമേ. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീടുകളിലെ കുഞ്ഞുമക്കൾക്ക് നമ്മോട് നിർലോഭം, നിഷ്കളങ്കമായ എന്തൊരു സ്നേഹമാണ്. അവരുടെ ജീവിതത്തിന്റെ ഹീറോ അവരുടെ വാപ്പ, അവരുടെ ഉമ്മയാണ്. അവർ ആ പ്രായത്തിലുള്ള മക്കളോട് സംസാരിക്കുമ്പോൾ പറയും, എൻ്റെ വാപ്പി പറഞ്ഞത് അങ്ങനെ, എൻ്റെ വാപ്പി കൊണ്ടുവന്ന് അങ്ങനെ, എൻ്റെ വാപ്പിയുടെ വാഹനം അങ്ങനെ, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും. ആ ഇഷ്ടമുള്ളത് മനുഷ്യ സഹജമാണ് അവതരണം. ഞങ്ങളുടെ വാപ്പ ജീവിച്ചിരുന്ന കാലം അങ്ങനെ പറയും. ഉമ്മ ഉണ്ടായിരുന്നപ്പോ അങ്ങനെയായിരുന്നു, ഉമ്മ അങ്ങനെയാ പറയും. ഇഷ്ടമുള്ള ആളെ പറ്റി പരാമർശം കൂടും. എന്നാൽ അള്ളാഹുവിനെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ദിക്റായിരിക്കും കൂടുതൽ പറയാ. അപ്പൊ റസൂലുള്ളാഹിനെയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നബി ചരിതങ്ങൾ, അവിടുത്തെ മദ്ഹുകൾ, അവിടുത്തെ സ്വലാത്തുകൾ കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മൻ അഹബ്ബല്ലാഹ അക്സറ ദിക്റാ, അള്ളാഹുവിനെയാണ് ആരെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അള്ളാഹിനെ പറ്റിയുള്ള വർത്തമാനം, അതായത് ദിക്ർ, ഖുർആൻ പാരായണം വർദ്ധിക്കുമത്രേ. വസമറതുഹു അൻ യദ്കുറഹുല്ലാഹു ബിറഹ്മതിഹി വഗുഫ്രാനിഹി വയുദ്ഖിലഹുൽ ജന്ന മഅ അംബിയാഇഹി വഔലിയാഇഹി. അള്ളാഹിനെ പറ്റിയുള്ളതായ ഇഷ്ടം കൂടിയതിന്റെ പേരിൽ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടിയതിന്റെ പേരിൽ അള്ളാഹുവിനെ പറ്റിയുള്ള പരാമർശം ദിക്റുകളിൽ, ഖുർആൻ പാരായണത്തിൽ വർദ്ധിക്കുന്നു. എന്തേ? എന്റെ റബ്ബിനിഷ്ട, ഞാൻ ഇപ്പൊ കുറച്ച് ദിക്ർ ചൊല്ലല്. എന്തേ? ഞാൻ ഈ സൂറത്ത് യാസീൻ മുടക്കൂല, എന്റെ അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടക്കുറവ് വരും, എന്റെ റബ്ബിന്റെ ഇഷ്ടം എന്നോട് ഉണ്ടാവണം. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ദിക്റുകൾ ഇങ്ങനെ കൂടും. അതിന്റെ ഗുണമെന്താ? അള്ളാഹു പാപം പുറത്തു കൊടുക്കും, അള്ളാഹു കരുണ ചെയ്യും, അള്ളാഹു ചേർത്ത് പിടിക്കും, അള്ളാഹു സ്നേഹിക്കും. അവസാനം അള്ളാഹു സ്വർഗവും കൊടുക്കും. ആരുടെ കൂടെ സ്വർഗം കൊടുക്കുക? മഅ അംബിയാഇഹി, അംബിയാക്കളുടെ കൂടെ. വഔലിയാഇഹി വയുക്രിമുഹും വയുക്രിമുഹു ബിറുഇയതി ജമാലിഹി, സ്വർഗത്തിലെത്തിയാൽ അള്ളാഹനെ കാണിച്ചു കൊടുക്കും റബ്ബ്. വമൻ അഹബ്ബ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെട്ടാൽ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മുത്തായ നബിയോട് ഒരാൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ അക്സറ മിനസ് സ്വലാത്തി അലൈഹി, അവൻ കൂടുതലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് വർദ്ധിപ്പിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയിലിടയിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കൽ സുന്നത്താ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അരിയാഹാരം ഇടയിൽ സ്വലാത്ത്, ഇടക്കിടക്ക് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. എന്റെ വക പറഞ്ഞതല്ല. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ സക്കാത്തിന്റെ അധ്യായത്തിൽ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയുന്നു, ശർവാനി വിശദീകരിക്കുന്നു, ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞതാ, ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ഇടയിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഹബീബിനോട് ഒരാൾക്ക് അക്ഷരാർത്ഥത്തിലുള്ള ഇഷ്ടമുണ്ട് എങ്കിൽ അവന്റെ നാവിലെപ്പോഴും സ്വലാത്താണ്. അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താ? അൽ വസൂൽ ഇലാ ശഫാഅത്തിഹി, മുത്തനബിയുടെ ശഫാഅത്ത് കിട്ടുമേ. വസുഹബത്തിഹി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെത്തിയാൽ മുത്തനബിയുടെ കൂടെ ജീവിക്കാമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇത് കുഞ്ഞുനാളിലെ ഈ ദിക്റും സ്വലാത്തും പഠിപ്പിച്ചു. നമുക്ക് ആകെ അറിയാവുന്ന രണ്ടാമിൽ അതായിരുന്നു.
എന്തേ? ദിക്റില്ലയോ? ദിക്റില്ലേ? സ്വലാത്ത്, ദിക്റും സ്വലാത്ത് അല്ലേ? നിസ്കാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചു വെച്ച ആകെ അറിയാവുന്ന 2 ഇബാദത്തായിരുന്നു. ഞാൻ പറയാം, ഒരു ഹദീസ് പറയാം. ശുഅബുൽ ഈമാനിൽ ബൈഹഖി ഇമാം ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് عن النبي صلى الله عليه وسلم قال افتحوا على صبيانكم اول كلمه بلا اله الا الله. ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ആദ്യം വർത്തമാനം പറയിപ്പിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊട്ടിലാട്ടുമ്പോൾ കുട്ടി ആദ്യം കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മയുടെ മടിത്തട്ടിൽ ചേർന്ന് കിടന്നുകൊണ്ട് അമ്മിഞ്ഞ നുകരുമ്പോൾ, ഉമ്മ താളമിടുമ്പോൾ ഉമ്മയുടെ ചുണ്ടിൽ പാടിക്കൊടുക്കാൻ ഒഴുകി വരേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് കുട്ടികൾക്ക് കുഞ്ഞിലേ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടട്ടെ, പറയട്ടെ. അവർ കേൾക്കണം തൊട്ടില് മുതൽ. നീ കേട്ടോളൂ, ഇസ്ലാമിക കർമ്മശാസ്ത്രം ഫത്ഹുൽ മുഈൻ ബാബുസ്സലാ എന്ന അധ്യായത്തിൽ പറയുന്നു, നിസ്കാരത്തിന്റെ അധ്യായത്തിൽ പറയുന്നു, കണ്ടോളൂ. അവ്വലു വാജിബിൻ അലൽ ആബാഇ. വാപ്പമാർക്ക്, ഉമ്മമാർക്ക് ആദ്യം വാജിബ്, ഒരു കുട്ടിയോടുള്ള ആദ്യത്തെ ബാധ്യത തഅലീമുഹു, കുട്ടിയെ പഠിപ്പിക്കണം. അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബിനെ കുറിച്ച് പറയണം. ബുഇസ ബിമക്ക, മക്കയിൽ ജനിച്ചുവെന്നും ദുഫിന ബിൽ മദീന, മദീനയിലെ വഫാത്തായി മറവ് ചെയ്യപ്പെട്ടതെന്നുള്ള കഥ പറഞ്ഞു കൊടുക്കണം കുഞ്ഞു മക്കൾക്ക്. ഇത് ഫത്ഹുൽ മുഈൻ നമുക്ക് വാജിബാ. നബിയുടെ കഥ പറഞ്ഞു കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുകൾ ചൊല്ലാതെ സ്വർഗമുണ്ടോ? സ്വലാത്ത് ഇല്ലേ സ്വർഗമില്ല. ദിക്റില്ലേ സ്വർഗമില്ല. കേട്ടോളൂ. മൻ നസിയ സ്വലാത്ത അലയ്യ ഖതിഅ ബിഹി ത്വരീഖൽ ജന്ന. ശുഅബുൽ ഈമാനിൽ ബൈഹഖി ഇമാം ഉദ്ധരിക്കുന്നു അൻ നബി ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പേരിലുള്ള സ്വലാത്ത് മറന്നോ സ്വർഗത്തിലേക്ക് പോകുന്ന കറക്റ്റ് വഴി നീ വഴി തെറ്റിയിട്ടുണ്ട് പോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ് കേട്ടോ, മൻ ദുകിറതു ഇൻദഹു ഫനസിയ സ്വലാത്ത്. ഇബ്നു മാജ ഉദ്ധരിക്കുന്നു, ഇബ്നു അബി ശൈബ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു. അൻ ജഅഫറിൻ അൻ അബീഹി ഖാല റസൂലുള്ളാഹി മൻ ദുകിറതു ഇൻദഹു ഫനസിയ സ്വലാത്ത്. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ശീലമില്ല, എന്നാൽ ഖതഅ ത്വരീഖൽ ജന്നതി യൗമൽ ഖിയാമ, മശ്ശറേന്ന് വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ കൂടെ പോവാൻ ഇവൻ ശ്രമിക്കും, പക്ഷെ വഴിതെറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വലാത്ത് ഇല്ലാതെ ഇല്ല. ആരെങ്കിലും ഹബീബിനെ കാണാൻ ഉദ്ദേശിച്ചാൽ ഫമൻ അറാദ അൻ യനാല റുഅയത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൽയുഹിബ്ബഹു ഹിബ്ബൻ ശദീദാ. ഹബീബിനെ കാണണമെങ്കിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലണേ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും സ്വലാത്തും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടാവണം. എന്നാൽ നബിയുടെ കൂടെ സ്വർഗത്തിൽ കാണാം. റസൂലുള്ളാഹിനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടെ അവിടെ നബിയുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കാൻ ചൊല്ലേണ്ട ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ സ്വലാത്തുകൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് അവസാനിപ്പിക്കട്ടോ, 1-2 കാര്യങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെയാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോവാണ്. സ്വർഗത്തിലേക്ക് സത്യവിശ്വാസിയായ മനുഷ്യൻ പോകുമ്പോ അവൻ സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് 10 സമ്മാനങ്ങള് അള്ളാഹു മലക്കിന്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരുടെ കൂടെയാണ് നമ്മൾ സ്വർഗത്തിലാവേണ്ടത്. അവരുടെ കൂടെ ഒരു സ്വർഗം കിട്ടണം, അങ്ങനെയാ വേണ്ടത്. അല്ലാതെ എങ്ങനെയാണ് സ്വർഗത്തിൽ പോയിട്ട് കാര്യമില്ല. അതിനെ അവരോട് ചേരാനുള്ള പണികള്, ദിക്റുകളും സ്വലാത്തുകളും, അവരോടുള്ള മഹബത്തും. ഒരു ഹദീസ് കേട്ടോളൂ, സത്യവിശ്വാസി സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് കിട്ടുന്ന 10 സമ്മാനങ്ങൾ കേട്ടോളൂ. 10 സമ്മാനം കൊടുക്കും, എന്നിട്ടാ സ്വർഗത്തിലേക്ക് വിടാം. 10 സമ്മാനങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു അൻ യുദ്ഖിലൽ മുഅ്മിനീനൽ ജന്ന,
മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് അല്ലാഹു പറഞ്ഞയക്കുമ്പോൾ യബ്അസു ഇലൈഹിം മലക്കാ, അവരുടെ ഇടയിലേക്ക് ഒരു മലക്ക് കടന്നു വരുമത്രേ. വമഅഹു ഹദിയ, ആ മലക്കിന്റെ കയ്യിൽ സമ്മാനമുണ്ട്. വകിസ്വതും മിനൽ ജന്ന, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായ ഒരു പതാകയുണ്ട്, അല്ലെങ്കിൽ ഒരു തുണിശീലയുണ്ട്. ഒരു സംഘം മുഅ്മിനീങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകല്ലേ. സ്വർഗത്തിലേക്ക് പോകുന്നത് നല്ല രസകരമായ യാത്രയാണ്. സ്വർഗത്തിലേക്ക് പോകുന്നത് മനുഷ്യന്മാർ ഒരു കൂട്ടം കൂട്ടായി. നിങ്ങൾ ഉംറക്കൊക്കെ പോയപ്പോ കണ്ടിട്ടുണ്ടാകും, അവിടെ ഈ ഇന്തോനേഷ്യക്കാർ ഒരു പതാകം പിടിച്ചിങ്ങനെ ഒരാള് മുന്നിൽ പോവാ, ബാക്കിയുള്ളവർ പിന്നാലെ പോവാ. അങ്ങനെ സ്വർഗത്തിലേക്ക് ഒരാള് മുന്നിൽ പതാക പിടിച്ചിട്ട് പോകും, പിന്നാലെ ഒരു സംഘം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അങ്ങനെ മുന്നിൽ പതാക പിടിക്കുന്നത് മലക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസീഖൽ ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഓരോ സംഘമായ ചെല്ലാം ഹറമിലേക്ക് വരുന്ന കണ്ടിട്ടില്ലേ? ഓരോ സംഘങ്ങളായി നല്ലവരുടെ സംഘത്തിൽ ചേരാൻ പണ്ഡിതന്മാരുടെ സംഘത്തിന്റെ മുന്നിലുണ്ടാകുന്നത് എന്റെ ഉസ്മാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹാന്മാരായ പണ്ഡിതന്മാരുടെ സംഘത്തിന്റെ മുന്നിൽ എന്റെ ഉസ്മാൻ നിൽക്കും, പതാക കൊണ്ട് നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശഹീദന്മാരുടെ മുന്നിൽ നിൽക്കാ എന്റെ അലിയാ സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലേക്ക് പോകുന്ന മഹാന്മാരായ മുഅ്മിനീങ്ങളുടെ ഇടയിലേക്ക് ഒരു മലക്ക് ഓടിക്കിതച്ചു വരും. ആ മലക്ക് പറയും, ആ മലക്ക് സ്വർഗപ്രവേശത്തിന് മുമ്പ് പറയും, സ്വർഗത്തിന്റെ ഒരു തുണിശീല കൊണ്ടുവരുന്നു, 10 സമ്മാനങ്ങളും കൊണ്ടുവരുന്നു. എന്നിട്ട് മലക്ക് പറയുമത്രേ, നിങ്ങൾ കടക്കാൻ വരട്ടെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാൻ വരട്ടെ. ഖിഫു 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 ഖിഫു, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. ഫഇന്ന മഈ ഹദിയത്തുൻ മിർ റബ്ബിൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെ കയ്യിൽ സമ്മാനം തന്നിട്ടുണ്ട്, എന്റെ കയ്യിൽ പതാകയുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുന്ന മുഅ്മിനീങ്ങളോട് പറയും, അവിടെ നിൽക്കണേ, എന്റെ കയ്യിൽ ഒരു പതാകയുണ്ട്. സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 10 സമ്മാനം തരണമെന്നാ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ആ സമ്മാനം അണിയിച്ച് വേണം നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ടല്ലോ, പന്തുകളി കഴിഞ്ഞ് ഫൈനലിൽ വിജയിച്ച് സമ്മാനം കിട്ടിയിട്ട് ആ സമ്മാനത്തോട് കൂടെ ആ നാട്ടിലേക്ക് സ്വീകരിക്കാം. ആ സമ്മാനം ഇങ്ങനെ ട്രോഫിയൊക്കെ പിടിച്ച് ആ കഴുത്തിലിടുന്ന മാല അതൊക്കെ ആയിട്ട് ഇങ്ങനെ ആ സമ്മാനത്തോട് കൂടെ ആ ജന്മനാട്ടിലേക്ക് വരാം. അങ്ങനെ മലക്ക് പറയും, ഇവര് ചോദിക്കും, അല്ലാഹു തന്ന സമ്മാനം എന്താ, അല്ലാഹു തന്ന സമ്മാനം എന്താ? മലക്ക് പറയും, 10 മോതിരങ്ങളാ. 10 മോതിരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 10 വിരലിലും 10 മോതിരം. 10 മോതിരങ്ങളാണ്. മക്തൂബുൻ, അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ആ മോതിരത്തിന്റെ കല്ല് ഉള്ള ഭാഗം, മോതിരത്തിന് കല്ല് വെക്കുന്ന ഭാഗം, കല്ലല്ല അവിടെ ഉള്ളത്, പീഠമാണ്, പരന്ന പ്രതലം. 10 മോതിരമാണ് സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് അല്ലാഹു തന്ന സമ്മാനം. 10 സമ്മാനം, 10 മോതിരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നാമത്തെ മോതിരം ഇതാ. അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് സൂറത്ത് സുമറിന്റെ 73-ാമത്തെ ആയത്ത്. ഒന്നാമത്തെ മോതിരത്തിന്റെ മുകളിൽ എഴുതിയതാ, സലാമുൻ അലൈക്കും
തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ, നിങ്ങൾ വിശുദ്ധരല്ലേ, സ്വർഗത്തിലേക്ക് കടന്നോളൂ, ഇനി അവിടെ നിന്ന് പുറത്തു വരേണ്ടതില്ല. അങ്ങനെ പറഞ്ഞ സൂറത്ത് സുമറിന്റെ 73-ാമത്തെ ആയത്ത 1-ാമത്തെ മോതിരത്തിന്റെ മുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത് 1-ാമത്തെ സമ്മാനത. 2-ാമത്തെ മോതിരം, ആ 2-ാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉദ്ഖുലൂഹാ ബിസ്സലാമിൻ ആമിനീൻ. ഇനി ഒരു ഭയവും വേണ്ട, സന്തോഷത്തോടുകൂടെ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് പറഞ്ഞ സൂറത്തുൽ ഹിജ്റിന്റെ 46-ാമത്തെ ആയത്ത 2-ാമത്തെ മോതിരത്തിന്റെ മുകളിൽ നിന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 3-ാമത്തെ മോതിരമുണ്ട്, അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു അദ്ഹബതു അൻകുമുൽ അഹ്സാന വൽ ഹുമൂമ. ദുഃഖങ്ങളും ടെൻഷനും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല, ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് 3-ാമത്തെ മോതിരത്തിന്റെ മുകളിൽ എഴുതി വെച്ചതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 4-ാമത്തെ മോതിരം, അതിന്റെ മുകളിലും കാണാം അൽബസ്നാകുമുൽ ഹുലല. നിങ്ങൾക്ക് നാം ആഭരണങ്ങൾ അണിയിച്ചിട്ടുണ്ടേ. സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി കുറെ ആഭരണങ്ങൾ കാത്തിരിക്കാം. അതാണ് 4-ാമത്തെ മോതിരത്തിൽ. 5-ാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക് ജീവിതത്തിന്റെ പങ്കാളിത്തത്തിൽ ഹുർലീങ്ങൾ, സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് തോഴികളായി ഹുർലീങ്ങളെ അല്ലാഹു ഒരുക്കിയിട്ടുണ്ടേ. 6-ാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറൂ അന്നഹും ഹുമുൽ ഫായിസൂൻ. സൂറത്തുൽ മുഅ്മിനൂനയുടെ 111-ാമത്തെ ആയത്ത് ക്ഷമിച്ച് കിട്ടിയ സമ്മാനം, ക്ഷമയുടെ സമ്മാനം, ക്ഷമക്ക് കിട്ടിയ പ്രതിഫലം, അതാണോ ഈ സ്വർഗം എന്നതാ 6-ാമത്തെ മോതിരത്തിൽ എഴുതി വെക്കാം. 7-ാമത്തെ മോതിരത്തിൽ സിറത്തും ശബാബല്ലാ തഹ്റമൂൻ. ഒരിക്കലും വാർദ്ധക്യം വരാത്ത യൗവനമാണ്, കാലപ്പഴക്കം കൊണ്ട് നീ നരക്കണ്ട. 33-ലൊരിക്കലും കവിയണ്ട. അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസ്വാജുമൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ. എന്നും നിനക്ക് യൗവനമാണ്, എന്നും യൗവനമാണ്. 7-ാമത്തെ മോതിരത്തിൽ അങ്ങനെയാണ്, ഈ യൗവനം എന്നുണ്ടാവും. 8-ാമത്തെ മോതിരത്തിലുണ്ട് സിർതും ആമിനീൻ ലാ തഖാഫൂന അബദാ. ഇനി ഒരു ഭയവും പേടിയും വേണ്ട, ആജീവാനന്ദ നിർഭയം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നതാ 8-ാമത്തെ മോതിരത്തിൽ. 9-ാമത്തെ മോതിരം കേട്ടോ, അതാ നമ്മുടെ വിഷയം. 9-ാമത്തെ മോതിരത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വറഫീഖുകുമുൽ അംബിയാഉ വസ്സദീഖൂൻ വസ്സുഹദാഉ വസ്സാലിഹൂൻ. സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാർ മഹാന്മാരായ അംബിയാക്കളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമാ. സ്വർഗത്തിലെ കൂട്ടുകാർ ഈ 4 വിഭാഗമായിരിക്കും നിങ്ങളുടെ കൂട്ടുകാർ. ഇങ്ങനെയാണ് 9-ാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിരിക്കുക. 10-ാമത്തെ മോതിരം, 10-ാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കുന്തും ഫീ ജിവാരിർ റഹ്മാനി ദിൽ അർശിൽ കരീമിൽ അലീം. നിങ്ങളുടെ താമസ സൗകര്യം സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അർശിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്താണ്. അങ്ങനെയാണ് 10-ാമത്തെ മോതിരത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ 10 മോതിരവും കൊടുക്കും. 10 മോതിരം കിട്ടിക്കഴിയുമ്പോൾ അവര് പറയും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹുസ്ന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. പഠിച്ചോനെ, എത്ര സങ്കടപ്പെട്ടിട്ടാ, എത്ര കരഞ്ഞിട്ടാ അവിടെ വരെ എത്തിയത്.
അല്ലാഹുവേ, ആ കണ്ണുനീരിനെ കാലങ്ങളോളം നീ സാക്ഷിയല്ലേ അല്ലാ. ഇനി ആ കണ്ണുനീര് കാണേണ്ടതില്ലല്ലോ അല്ലാ, ഇനി ആ കണ്ണുനീര് ഒഴുകേണ്ടതില്ലല്ലോ അല്ലാ. നീ ഗഫൂറല്ലേ, നീ ശക്കൂറല്ലേ എന്ന് സന്തോഷത്തോടുകൂടെ ഹംദ് പറഞ്ഞ് സ്വർഗവാസി വിളിച്ചു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാന്മാരുടെ കൂടെ കൂടാൻ, അറ്റ്ലീസ്റ്റ് സ്വലാത്ത് കൊണ്ടെങ്കിലും ഒരു സമ്പർക്കം നബിയോടുണ്ടാവാൻ, ഇടയ്ക്കിടയ്ക്ക് മഹാന്മാരൊക്കെ സിയാറത്ത് ചെയ്യാം, അവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ കൊതിക്ക, ആഗ്രഹിക്ക. അവരെ പ്രകീർത്തിക്കുന്നതിനെ നാം ജീവിതത്തിൽ വിലയുള്ളതായി കാണാം, അവരോടുള്ള മഹബത്തുകളിൽ ചേരാം. മഹാന്മാരെ മാറ്റി നിർത്തിയിട്ട് പരിഷ്കരിച്ച് പറയുന്ന ഒരു ഇസ്ലാം പുതിയത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ദൂരെ നിർത്താം, അവരായിട്ടുള്ള സൗഹാർദ്ദം കുറയ്ക്കാം. നായ നമ്മൾ കാണാറുണ്ടല്ലോ, വലിയ ശ്രേഷ്ഠതയൊന്നും ഇപ്പൊ അതിന് പറയാനില്ല, നജസ്സാണ്, മുഗല്ലദായ നജസ്സാണ്. പക്ഷെ നായം സ്വർഗത്തിൽ പോയത് മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ഇന്ന അശ്റത്തം മിനൽ ഹയവാനാത്തി മിൻ അഹ്ലിൽ ജന്നത്തി ബിശ്റുഫിൽ ഖരീൻ. ആരുടെ കൂടെയാണോ നടന്നത് അവരുടെ ശ്രേഷ്ഠത കൊണ്ട് ഈ കൂടെ നടന്ന 10 ജീവികൾ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. ആരോട് സമ്പർക്കം കിട്ടിയോ അവരുടെ ബർക്കത്ത് കൊണ്ട് ഈ 10 ജീവികൾക്ക് സ്വർഗമുണ്ട്. സൂറത്ത് ശുഅറാഇന്റെ വ്യാഖ്യാനത്തിൽ ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി രേഖപ്പെടുത്തിയ ഇബാറത്ത് എങ്ങനെയാ, ഇന്ന അശ്റത്ത മിനൽ ഹയവാനാത്തി മിൻ അഹ്ലിൽ ജന്നത്തി ബിശ്റുഫിൽ ഖരീൻ. ഏതൊരു മഹാന്റെ കൂടെയാണോ കൂടിയത് ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് 10 ജീവിക്ക് സ്വർഗത്തിലിടം. റൂഹുൽ ബയാന്റെ മറ്റൊരു ഉദ്ധരണി സൂറത്തുൽ കഹ്ഫിൽ കാണുന്ന എങ്ങനെയാ, റുവിയ അന്നഹു യദ്ഖുലുൽ ജന്നത മഅൽ മുഅ്മിനീന അശ്റത്തും മിനൽ ഹയവാനാത്ത്. 10 ജീവികൾ സ്വർഗത്തിലാണ്. എങ്ങനെയെന്നറിയോ? കേട്ടോളൂ. ഒന്നാമത്തെ ജീവി നാഖത്തു സാലിഹ് നബിയുടെ ഒട്ടകം. സാലിഹ് നബിയുടെ ഒട്ടകം, പാറയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഒട്ടകമുണ്ട്, സ്വർഗത്തിലാണ്. ഇബ്രാഹിം, ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വന്ന മഹാന്മാരായ മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് വന്നപ്പോ ഇബ്രാഹിം നബി അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി അറുത്ത ഒരു മൂരിക്കുട്ടിയുണ്ട്, അത് സ്വർഗത്തിലാണ്. മൂന്നാമത്തേത് ഇസ്മായിൽ നബിയെ അറുക്കാൻ മിനാ താഴ്വരയിൽ കമഴ്ത്തി കിടത്തിയ നേരം ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആടിനെ കൊണ്ടുവന്നു. ആ ആട് സ്വർഗത്തിൽ നിന്നാണ് വന്നത്, അത് ഇസ്മായിൽ നബിയുടെ കബിഷാണ്, അത് സ്വർഗത്തിലാണ്. നാലാമത്തേത് ബഖറത്ത് മൂസ, അല്ലേ? നാലല്ലേ? 1 സാലിഹ് നബിയുടെ ഒട്ടകം, 2 ഇബ്രാഹിം നബിയുടെ മൂരിക്കുട്ടി, 3 ഇസ്മായിൽ നബിയുടെ മുട്ടനാട്, 4 മൂസ നബിയുടെ കാലഘട്ടത്തിലെ പശുക്കുട്ടി. മൂസ നബിയുടെ കാലഘട്ടത്തിലെ പശുക്കുട്ടി, ആ പശുക്കുട്ടിയെ കുറിച്ചുള്ള പരാമർശമാണ് സൂറത്തുൽ ബഖറയിലുള്ളത്. അതുകൊണ്ടാണ് ആ പശുക്കുട്ടി എന്ന അർത്ഥത്തിലുള്ള അൽ ബഖറ എന്ന് സൂറത്തുൽ ബഖറയിൽ അധ്യായത്തിന് പേര് വന്നത്. ആ പശുക്കുട്ടി ഏത് പശ്ചാത്തലത്തിലാണ്? ഒരാള് മറ്റൊരാളെ കൊന്നു. കൊലയാളി ആരാണെന്ന് തിരിച്ചറിയാൻ ഒരു പശുവിനെ അറുത്തിട്ട് അതിന്റെ മൂട്ടല് ഉൾപ്പെടെയുള്ള വാൽഭാഗം മുറിച്ചെടുത്തിട്ട് ഈ മരിച്ചു കിടക്കുന്ന ആളെ അടിച്ചു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ആളെ എണീറ്റിട്ട് പറയും ആരാ കൊന്നേന്ന്. അങ്ങനെ കൊലയാളിയെ പിടിക്കാം എന്ന് ഇസ്രായേലി സമൂഹത്തിന് അള്ളാഹു വഴി പറഞ്ഞു കൊടുത്തു. അതിനുവേണ്ടി അന്ന് അറുക്കാൻ പശുക്കുട്ടിയെ തേടി നടന്നു. അങ്ങനെ കിട്ടിയ ആ പശുക്കുട്ടിയാണ് അൽ ബഖറയിലെ പ്രധാന പരാമർശം. ആ പശുക്കുട്ടിയുടെ പേരിൽ തന്നെയാണ് ആ അധ്യായം സൂറത്തുൽ ബഖറ. ആ പശുക്കുട്ടി മൂസ നബിയോടുള്ള സമ്പർക്കം കൊണ്ട് സ്വർഗത്തിൽ. നാലാമത്തേത് അതാ. അഞ്ചാമത്തേത് യൂനുസ് നബിയെ വിഴുങ്ങിയ മത്സ്യം. യൂനുസ് നബി കൂടെ ഉണ്ടായിരുന്നല്ലോ. ആറാമത്തേത് മഹാനായ പ്രവാചകൻ ഉസൈർ അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന കഴുത. ഏഴാമത്തേത് സുലൈമാൻ നബിയോട് സംസാരിച്ച ഉറുമ്പ്. അതായത് സുലൈമാനും സംഘവും നിങ്ങളെ ചവിട്ടി മെതയ്ക്കാതിരിക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞൊരു ഉറുമ്പുണ്ട്.
ആ ഉറുമ്പ് സ്വർഗത്തിലാണ്. എട്ടാമത്തേത് ബൽഖീസിന്റെ കൊട്ടാരത്തിലേക്ക് പറന്നുപോയ ഹുദ്ഹുദ എന്ന മരം കൊത്തിപ്പക്ഷി. ഒൻപതാമത്തേത് അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ ജോർദാനിലെ ഗുഹയിൽ അവരുടെ കൂടെ ഉറങ്ങിയ നായ. പത്താമത്തേത് ഹബീബായ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഖസ്വാ എന്ന ഒട്ടകം. ഇങ്ങനെ 10 ജീവികൾ. ഫകുല്ലുഹും യസീറൂന അലാ സൂറത്തി കബ്ശ്. ഈ 10 മൃഗങ്ങൾക്കും സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലാഹു രൂപമാറ്റം നൽകും. ആ 10 ഒരു ആടിന്റെ രൂപത്തിലാകും, ഒരു മുട്ടനാടിന്റെ കൊറ്റനാടിന്റെ രൂപത്തിലാകും. വയദ്ഖുലൂനൽ ജന്ന. കണ്ടോ, മഹാന്മാരുടെ കൂടെ കൂടിയവ മൃഗങ്ങൾ, ജീവികൾ, അവർക്ക് സ്വർഗത്തിൽ പ്രവേശം അല്ലാഹു തരട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഇതൊക്കെ വേണം. നമ്മൾ കള്ളത്തരം കാണിക്കാൻ നിൽക്കരുത്. ഞാൻ എന്നെയാ പറയുന്നത്, നിങ്ങളെ അല്ല. ഒരു ശരിയായ കള്ളനെ തിരിച്ചറിയാം. 4 അടയാളം മഹാനായ ഹാത്തിം ഇബ്നു സാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മൻ ഇദ്ദഅ അർബഅൻ മിൻ ഗൈരി അർബഅ ഫഹുവ മക്ദൂബ് ഫഹുവ മുകദ്ദിബ്. ഒരാള് 4 കാര്യം ഒഴിവാക്കിയിട്ട് 4 കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണ് പെരുങ്കള്ളൻ. പെരുങ്കള്ളൻ, വലിയ കള്ളനാരാണ്? 4 അടയാളം. ഒന്നാമത്തെ അടയാളം കേട്ടോളൂ. ഒന്നാമത്തെ കാര്യം, മനിദ്ദഅ ഹുബ്ബ മൗലാ മിൻ ഗൈരി വറഇൻ അൻ മഹാരിമിഹി. അല്ലാഹുവിനെ ഇഷ്ടമാണ്, പടച്ചോന് വേണ്ടി അല്ലാഹു ഒരുവരും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളും ചെയ്യാറുണ്ട്. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം അല്ലാഹ് അരുതെന്ന് പറഞ്ഞത് ഒഴിവാക്കാതെയാണ് നന്മകൾ ചെയ്യുന്നത് എങ്കിൽ അല്ലാഹുവോടുള്ളവന്റെ ഇഷ്ടം അത് കളവാണെന്ന് മഹാന്മാർ പറയാം. രണ്ടാമത്തേത് കേട്ടോളൂ. ومن ادعى حب الجنة من غير إنفاق ماله في طاعة الله تعالى. ഒരാൾ പറയാ, എനിക്ക് സ്വർഗത്തിൽ പോകണം, എങ്ങനെയാലും ജീവിച്ച് മരിച്ചാൽ പോരാ ഉസ്താദെ, സ്വർഗത്തിൽ പോകണം, അല്ലാതെ നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം? സ്വർഗത്തിൽ പോണം. സ്വർഗത്തിൽ പോവാനായി ഈ പണി മുഴുവൻ എടുത്തത്. ഇങ്ങനെ സ്വർഗത്തെ കുറിച്ച് പറയുന്നു, ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ പോകണമെന്ന് പറയും. എനിക്ക് സ്വർഗത്തിൽ കൂടണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ അങ്ങനെ പറയുന്നതിന്റെ കൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവ് ചെയ്യേണ്ട സന്ദർഭം വരുമ്പോ ഒഴിഞ്ഞു മാറലാണ് സ്വഭാവമെങ്കിൽ അവൻ പറയുന്ന സ്വർഗം കള്ളത്തരമാ. അവന് സ്വർഗമെന്ന് മോഹമില്ല. മഹാന്മാർ പഠിപ്പിക്കുകയാ. മൂന്നാമത് പറഞ്ഞു, റസൂലുള്ളാഹിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, പക്ഷേ നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിലില്ല. എന്നാൽ ആ പറയപ്പെട്ട പ്രവാചക സ്നേഹം കള്ളത്തരമാത് പറയുന്നവൻ പെരുങ്കള്ളനാണെന്ന് മഹാനായ ഹാത്തിം ഇബ്നു സാഹിദ് റളിയല്ലാഹു അൻഹു. നാലാമത്തേത്, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പരിഗണന കിട്ടണം, വലിയ പദവി കിട്ടണമെന്ന മോഹമുണ്ട്. പക്ഷേ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഫഖീറന്മാർ പാവങ്ങളുടെ കൂടെ ഇരിക്കാനും അവരോട് കൂടെ ചേരാനും അവരുമായി വർത്തമാനം പറയാനും മിസ്കീന്മാരോടൊരകലമുണ്ട് എങ്കിൽ അവന് റബ്ബിന്റെ മുന്നിൽ പദവിയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ വലിയ പദവി ആഗ്രഹിക്കുന്നു എന്ന് ഒരാൾ പറയുന്നു. പക്ഷേ ഭൂമിയിൽ മിസ്കീന്മാരോടും ഫക്കീറന്മാരോടും വലിയ അകലം, പാവങ്ങളോടൊരു അവഗണന എങ്കിൽ ആ പറഞ്ഞ വർത്താനം വെറുതെയാണ്. ഈ രീതിയിലാണ്. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സജ്ജനങ്ങളുടെ കൂട്ടുകാരനായി സ്വർഗത്തിലെത്താൻ സ്വലാത്ത് ചൊല്ലണം. സജ്ജനങ്ങളുടെ കൂട്ടുകാരനായി സ്വർഗത്തിലെത്താൻ ദിക്റുകൾ ചൊല്ലണം. അള്ളാഹു ആ ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ജീവിതത്തിൽ ഇങ്ങനെ കുറെ ശീലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ
ദിക്ർ സ്വലാത്തുകളുടെ ചില മരിക്കാത്ത പങ്കാളിത്തം കൊണ്ട്, നിലയ്ക്കാത്ത പങ്കാളിത്തം, ജീവിതത്തെ നന്നാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുഹാ നിസ്കാരം വേണം, തഹജ്ജുദ് നിസ്കരിക്കണം. അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാം അറിഞ്ഞ അറിവിന്റെ ആ സർക്കിളിൽ നിന്നുകൊണ്ട് ഒന്നങ്ങോട്ട് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം കൂടെ ഉണ്ടാവും. മൻ തഖറബ മിന്നി ശിബ്റ തഖറബതു മിൻഹു ദിറാഅ. നമ്മുടെ ശ്രമം അളന്നു നോക്കിയപ്പോൾ ഒരു ചാണേ ഉള്ളൂ എങ്കിൽ നമ്മെ സഹായിക്കാൻ ആ ഒരു ചാണിനോട് അള്ളാഹു ഒരു മുഴം അവന്റെ വകയായി കൂട്ടിച്ചേർക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ തഖറബ മിന്നി ദിറാഅ. നമ്മൾ ചെയ്തു കൂട്ടിയ അധ്വാനത്തെ കണക്കുകൂട്ടി നോക്കിയപ്പോൾ അതിന്റെ നീളം ഒരു മുഴം ആണ് ഉള്ളിയെങ്കിൽ അള്ളാഹു അവനിലേക്ക് പിന്നെ കൂട്ടിക്കൊടുക്കുന്നത് 2 കൈയും ഇങ്ങനെ വിടർത്തിപ്പിടിച്ചാൽ ഒരു മാറ് അകലം എന്ന് പറയും. അത്രയും അള്ളാഹു അവനിലേക്ക് ചേർക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. നമ്മൾ മുഅ്മിനാണോ എന്നാൽ നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കല് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അള്ളാഹു സഹായിക്കും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. റബ്ബ് ഇഷ്ടപ്പെട്ടവരിൽ ചേരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനേ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അനുഗ്രഹീതമായ സദസ്സിൽ പങ്കെടുക്കുന്നവരിൽ ഖൈർ നൽകുക അല്ലാ. റഹ്മാനായ തമ്പുരാൻ ഒരുപാട് അകലങ്ങളിൽ നിന്ന് വന്ന സഹോദരിമാരുണ്ട്. അല്ലാഹുവേ ഓരോ ചവിട്ടടിക്കും നീ അർഹമായ ഹസനാത്ത് രേഖപ്പെടുത്തണേ അല്ലാ. കടബാധ്യതകൾ വീട്ടിത്തരണേ അല്ലാ. വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകുക അല്ലാ. കൊച്ചുമക്കൾക്ക് നീ എല്ലാ നിലക്കുമുള്ള കാവൽ നൽകുക അല്ലാ. രോഗങ്ങളുടെ കെടുതിയെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും എല്ലാ മോമിനീങ്ങളെയും ദുആ വസിയത്ത് ഏൽപ്പിച്ചവരെയും നീ കാക്കണേ അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്ന വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നീ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് എത്തിക്കണേ അല്ലാ. വിവാഹ പ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. അനുയോജ്യമായ ബന്ധങ്ങളെ തേടുന്നോടത്ത് നീ തെളിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കുടുംബത്തെ പറയിപ്പിക്കുന്ന പ്രണയബന്ധങ്ങളിലും കൂട്ടുകെട്ടുകളിലും ഞങ്ങളുടെ മക്കൾ പെടല്ല തമ്പുരാനെ. ലഹരി ഉപയോഗങ്ങളിൽ പെടല്ല അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാ. വീട് പണിതതിലുള്ള കടബാധ്യത ഉള്ളവർക്ക് നീ അത് റാഹത്തിലാക്കി വീട്ടിക്കൊടുക്കണേ അല്ലാ. വസ്തു വിറ്റുപോവാൻ അതുവഴി കടം തീരാൻ മറ്റു പല ആവശ്യങ്ങൾ നടക്കാൻ പലരും ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ ഖൈറായ നിലയിൽ വിറ്റാൽ ആവശ്യം നടന്നാൽ വിറ്റതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് വാങ്ങാൻ നീ തൗഫീഖ് നൽകുക അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കുക അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളായി അടുത്ത ദിവസങ്ങൾ മരിച്ചു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا
أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.